നാട്ടുവർത്തമാനത്തിലേക്ക് വിശദമായി തൃശൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ ഓഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട ഇടുക്കി ബൈസൺ വാലിയിൽ തട്ടിപ്പ് നടന്നതായി പരാതി. നിരവധി ആളുകളിൽ നിന്നായി ലക്ഷങ്ങൾ തട്ടിയെടുത്തെന്നാണ് ആരോപണം. 2017 മുതൽ മാസം 1200 മുതൽ നിക്ഷേപം സ്വീകരിച്ച് 5 വർഷത്തിനു ശേഷം പലിശ സഹിതം കൂടുതൽ തുക തിരികെ നൽകുമെന്ന് വിശ്വസിപ്പിച്ചാണ് മേഖലയിൽ പലരിൽ നിന്നും പണം തട്ടിയതെന്നാണ് വിവരം. കാലാവധി കഴിഞ്ഞിട്ടും പണം മടക്കി നൽകാത്തതിനാൽ ഇടപാടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയത്. പൊട്ടൻകാട് സ്വദേശികളായ ദമ്പതികൾ ഇടനിലക്കാരായി പ്രവർത്തിച്ചാണ് പണം തട്ടിയെടുത്തതെന്നാണ് ആരോപണം. കാലാവധി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ഏജന്റ് നമ്മളെ ചേർത്ത മേഴ്സിയോട് കുര്യാച്ചനോട് ഈ കാര്യം പറഞ്ഞു, കാലാവധി തീർന്നല്ലോ, പൈസ തരണമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ചേട്ടാ അത് പൈസ അങ്ങനെ പെട്ടെന്ന് തരാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ലോ, നിങ്ങൾ കാലാവധി ആകുമ്പോൾ പൈസ തരാമെന്നാണല്ലോ പറഞ്ഞതെന്ന് പറഞ്ഞു. അങ്ങനെ 2-3 പ്രാവശ്യം പറഞ്ഞു. ഞാനും വേറെ എൻ്റെ ഒരു കൂട്ടിലുള്ള ഈ കൂടെ നിൽക്കുന്ന ജോയിയും പിന്നെ നോബി എന്ന് പറഞ്ഞ ഒരാളും കൂടെ ചേർന്ന് ഞങ്ങൾ അവരുടെ വീട്ടിൽ ചെന്നു. വീണ്ടും ചെന്ന് പൈസ ആവശ്യപ്പെട്ടപ്പോൾ അവർ വളരെ നിഷേധാത്മകമായ നിലപാടിലാണ് അവർ പറഞ്ഞു, എനിക്ക് അങ്ങനെയൊന്നും പൈസ ഒന്നും തരാൻ പറ്റില്ല, അതൊക്കെ കമ്പനിയിൽ അടച്ചേക്കുന്നതാണ്, അതൊക്കെ അവർ തരുമ്പോൾ തരും, അങ്ങനെയാന്നൊക്കെ പറഞ്ഞുള്ള ഒരിതാണ്. തട്ടിപ്പിനിരയായവർ രാജാക്കാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വ്യാപക തട്ടിപ്പ് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും പരാതി സമർപ്പിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് 18 ഇടുക്കി. കൊട്ടാരക്കരയിൽ കാറുകൾ കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. കർണാടക സ്വദേശികളായ 3 പേർക്കാണ് പരിക്കേറ്റത്. കൊട്ടാരക്കര മുട്ടമ്പലം ജംഗ്ഷനിലായിരുന്നു അപകടം. എതിർദിശയിൽ വന്ന 2 കാറുകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ ആറാട്ടുപുഴയിൽ കാർ പുഴയിലേക്ക് മറിഞ്ഞ 3 പേർ മരിച്ചു. തൃശൂർ സ്വദേശികളായ രാജേന്ദ്ര ബാബു, ഭാര്യ സന്ധ്യ, 6 വയസ്സുകാരൻ സമർത്ഥ എന്നിവരാണ് മരിച്ചത്. ആറാട്ടുപുഴയിലുള്ള റിസോർട്ടിലേക്ക് വിവാഹ ആവശ്യത്തിനായി എത്തിയ സംഘത്തിലുള്ള ചിയാരം സ്വദേശികളുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. എതിരെ വന്ന വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെയായിരുന്നു അപകടം. രാജേന്ദ്ര ബാബുവിന്റെ മകനായ ശരത്തിനെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. അപകടം നടന്ന ഉടനെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു. കോതമംഗലം താലൂക്ക് ആശുപത്രിക്ക് സമീപം വാഹനാപകടത്തിൽ BDS വിദ്യാർത്ഥി മരിച്ചു. കോട്ടപ്പടി നാഗഞ്ചേരി സ്വദേശി പുതുക്കുന്നത്ത് അശ്വിൻ എൽദോസ് ആണ് മരിച്ചത്. ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ KSRTC ബസ് കയറിയാണ് മരിച്ചത്. എറണാകുളം കോതമംഗലത്ത് അരമനപ്പടിയിൽ നിയന്ത്രണം വിട്ട കാർ സ്കൂട്ടറിലിടിച്ച് യുവതിക്ക് പരിക്ക്. ഇന്ന് ഉച്ചയോടെയായിരുന്നു സംഭവം. വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചാണ് കാർ നിന്നത്. കോഴിക്കോട് പൊറ്റമ്മലിൽ സ്കൂൾ ബസ് മറിഞ്ഞ് 6 കുട്ടികൾക്ക് പരിക്ക്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. എരഞ്ഞിപ്പാലം മാർക്കസ് സ്കൂൾ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകട സമയത്ത് 25 വിദ്യാർത്ഥികൾ ബസ്സിലുണ്ടായിരുന്നു. കുതിരവട്ടത്തിനും പൊറ്റമ്മലിനും ഇടയിലുള്ള വളവിലാണ് അപകടം. അർജന്റീനയുടെ ലോകകപ്പ് വിജയം ആഘോഷത്തിന്റെ ഭാഗമായി ആരാധകർക്ക് സൗജന്യമായി ബിരിയാണി വിതരണം ചെയ്ത് തൃശൂരിലെ ഹോട്ടൽ ഉടമ. അർജന്റീനയുടെ കടുത്ത ആരാധകരായ ഷിബു പൊറുത്തൂരാണ് ലോകകപ്പ് തുടങ്ങും മുമ്പ് പറഞ്ഞ വാക്ക് പാലിച്ചത്. അർജന്റീന കപ്പുയർത്തിയാൽ സൗജന്യമായി ബിരിയാണി വിതരണം ചെയ്യുമെന്ന് പള്ളിമൂലയിലെ റോക്ക്ലാൻഡ് ഹോട്ടൽ ഉടമ ഷിബു പൊറുത്തൂർ പറഞ്ഞിരുന്നു. ടീം വിജയിച്ചതോടെ 1000 പേർക്കുള്ള ബിരിയാണിയും റെഡി. പള്ളിമൂലയിലെ ഹോട്ടലിൽ എത്തിയവരാരും നിരാശരായില്ല. രാവിലെ 11:30 മുതൽ ബിരിയാണി ദം പൊട്ടിച്ചതോടെ നിരവധി ആരാധകർ ഹോട്ടലിലേക്ക് ഒഴുകി. പ്രദേശത്ത് വലിയ ക്യൂവും രൂപപ്പെട്ടു. മെസ്സി കപ്പുയർത്തിയതിലെ ആഘോഷത്തിൽ പങ്കുചേരാനാണ് എത്തിയതെന്നാണ് ആരാധകർ പറയുന്നത്. പാഴ്സൽ നൽകാതെ എത്തിയവർക്കെല്ലാം ഹോട്ടലിൽ ബിരിയാണി വിളമ്പി നൽകിയാണ് ഷിബു സന്തോഷം പങ്കുവയ്ക്കുന്നത്. നല്ലൊരു ഇഷ്ടമാണ്. ഓരോരുത്തരും അവരവരുടെ മേഖലയിൽ ഒരു ഇടപെടൽ നടത്തണം. അദ്ദേഹത്തിന് കഴിയാവുന്ന നല്ല ഭക്ഷണം കൊടുത്ത ആളുകളുടെ മനസ്സും വയറും നിറക്കുക എന്നുള്ളതാണ്. ഷിബു 1000 പറഞ്ഞപ്പോ 500 കൂട്ടി 1500 ആക്കിയത്. കളി തുടങ്ങിയത് മുതലെല്ലാം അർജന്റീന മയമാണ് റോക്ക്ലാൻഡ് ഹോട്ടലിൽ. ഹോട്ടലിന് മുന്നിൽ അർജന്റീന ടീമിന്റെയും കളിക്കാരുടെയും ഫ്ലെക്സുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ബിരിയാണി കഴിച്ച് സന്തോഷവും പങ്കിട്ടാണ് എല്ലാവരും മടങ്ങിയത്. ന്യൂസ് 18 തൃശൂർ.
ഇടുക്കി വാഴവര നിവാസികളെ ഭീതിയിലാക്കിയ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തി. നിർമ്മല സിറ്റി ഇടയത്തുപാറയിൽ ഏലത്തോട്ടത്തിലെ കുളത്തിലാണ് കടുവയുടെ ജഡം കണ്ടെത്തിയത്. അബദ്ധത്തിൽ കുളത്തിൽ വീണതാകാമെന്നാണ് നിഗമനം. കുളത്തിലെ വലയിൽ കുടുങ്ങിക്കിടന്നിരുന്ന കടുവ പിന്നീട് കുളത്തിനടിയിലേക്ക് മുങ്ങിപ്പോയി. തേക്കടി പെരിയാർ ടൈഗർ റിസർവിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടത്തി. കാസർഗോഡ് വിദ്യാനഗർ മുട്ടത്തൊടിയിൽ 61 ഗ്രാം MDMA-യുമായി ഒരാൾ പിടിയിൽ. മുട്ടത്തൊടി സ്വദേശി മുഹമ്മദ് സവാദ് അലിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്നലെ രാത്രി ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ലഹരിമരുന്ന് പിടിച്ചത്. ക്ലീൻ കാസർഗോഡിന്റെ ഭാഗമായിട്ടായിരുന്നു പരിശോധന. ഇടുക്കിയിൽ ഏലം കൃഷിക്ക് തണൽ ക്രമീകരിക്കുന്നതിനായി മരങ്ങളുടെ ശിഖരങ്ങൾ മുറിക്കാൻ വനംവകുപ്പ് അനുമതി നൽകുന്നില്ലെന്ന് പരാതി. ശാന്തൻപാറ പഞ്ചായത്തിലെ വിവിധ മേഖലകളിലെ കർഷകരാണ് പരാതിയുമായി രംഗത്തെത്തിയത്. ഏലം കൃഷിയുടെ നിലനിൽപ്പിന് കൃത്യമായ തണൽ ക്രമീകരണം ആവശ്യമാണ്. വൃക്ഷങ്ങൾ ഇടതൂർന്നു വളർന്നാൽ വെയിൽ ലഭിക്കാതെ ഏലച്ചെടികൾ അഴുകി നശിക്കും. ഇത് തടയുന്നതിനായാണ് മരച്ചില്ലകൾ വെട്ടിയൊതുക്കി തണൽ ക്രമീകരിക്കുന്നത്. എന്നാൽ വനം വകുപ്പിൽ അപേക്ഷ നൽകി മാസങ്ങൾ പിന്നിട്ടിട്ടും ശാന്തൻപാറ ചൂണ്ടൽ മേഖലയിലെ കർഷകർക്ക് മരച്ചില്ലകൾ മുറിക്കുന്നതിന് അനുമതി ലഭിക്കുന്നില്ലെന്നാണ് പരാതി. മരച്ചില്ലകൾ മുറിക്കുന്നവർക്കെതിരെ കേസെടുക്കുന്നതായും കർഷകർ ആരോപിക്കുന്നു. 25 കൊല്ലത്തിന് മുമ്പേ വെട്ടിയ മരങ്ങളതൊക്കെ ഏലം ഉണ്ടാകാൻ മൊത്തം ഏലം അഴുകി പോവാ. ഇതുവരെ ഒരു മറുപടിയില്ല. ഇനിയിപ്പോൾ ആരെ കാണണമെന്ന് നേരിട്ട് എന്ന് ചോദിക്കാനും പറ്റുന്നില്ല. 2-3 തവണ വിളിച്ച് വെച്ചിട്ട് അവർ പറയുന്ന ദേവികുളം റേഞ്ച് ഓഫീസിൽ പറയുന്ന മറുപടി വരാതെ വരുമ്പോഴത്തേക്ക് വിളിച്ചേക്കാം, അല്ലാതെ നിങ്ങൾ മരം വെട്ടിപ്പോരുന്ന അവിടുത്തെ മറുപടി എന്നാ ചെയ്യണമെന്നൊരു പിടിയില്ല. നിലവിൽ വിലയിടിവും വന്യമൃഗാക്രമണവും അടക്കം കനത്ത പ്രതിസന്ധി നേരിടുന്നതിനിടയിലാണ് വനംവകുപ്പും കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നത്. ന്യൂസ് 18 നെടുങ്കണ്ടം. തിരുവനന്തപുരം പണ്ഡിറ്റ് കോളനിയിൽ പെൺകുട്ടിയെ കടന്നുപിടിച്ച സംഭവത്തിലെ പ്രതി മുൻപും സമാന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടയാൾ. കഴിഞ്ഞ വർഷം പേരൂർക്കടയിലും പെൺകുട്ടിയെ കടന്നുപിടിച്ച പ്രതി മെഡിക്കൽ കോളേജിന് സമീപം നടുറോഡിൽ ലൈംഗിക പ്രദർശനവും നടത്തി. പ്രതി സ്ഥിരം സഞ്ചരിക്കുന്നത് വ്യാജ നമ്പർ പ്ലേറ്റുള്ള ബൈക്കിൽ എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പ്രതിയുടെ ദൃശ്യങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചെന്ന് പോലീസ് പറഞ്ഞു. കൊച്ചിയിൽ ഇതര സംസ്ഥാനക്കാരിയായ 8 വയസ്സുകാരിക്ക് പീഡനം. ബംഗാൾ സ്വദേശിനിയായ 8 വയസ്സുകാരിയെയാണ് പീഡിപ്പിച്ചത്. കേസിൽ ബംഗാൾ ഒഡീഷ സ്വദേശികൾ അറസ്റ്റിലായി. ബംഗാൾ സ്വദേശി മാണിക് ലാൽ ദാസ്, ഒഡീഷ സ്വദേശി അക്ഷയ് കരുൺ വയസ് എന്നിവരാണ് അറസ്റ്റിലായത്. ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും ബ്ലേഡ് മാഫിയ ആക്രമണം. കൊല്ലം അഞ്ചലിൽ നടുറോഡിൽ യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച ബ്ലേഡ് മാഫിയ സംഘത്തെ നാട്ടുകാർ തടഞ്ഞുവെച്ച് പോലീസിലേൽപ്പിച്ചു. നിരവധി കേസുകളിൽ പ്രതിയായ ചിത്തിര സൈജുവും സംഘവും ആണ് യുവാവിനെ ആക്രമിച്ചത്. സൈജുവിനെതിരെ നേരത്തെ കാപ്പ ചുമത്തിയിരുന്നു. ബ്ലേഡ് മാഫിയ സംഘം ഏരൂർ സ്വദേശി വിഷ്ണുവിനെയാണ് ക്രൂരമായി മർദ്ദിച്ചത്. സാരമായി പരിക്കേറ്റ വിഷ്ണുവിനെ പിന്നെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നാട്ടുകാർ വന്നതുകൊണ്ട് മാത്രമാണ് ജീവനോടെ രക്ഷപ്പെട്ടതെന്ന് വിഷ്ണു പറഞ്ഞു. കാടിറങ്ങുന്ന വന്യത. ജനകീയ പ്രതിഷേധത്തിനൊടുവിൽ വനം വകുപ്പ് കണ്ണു തുറന്നു. വിതുര പെരിയ ആനക്കിടങ്ങുകളുടെ നിർമ്മാണം അന്തിമഘട്ടത്തിൽ. കിടങ്ങുകൾ വരുന്നതോടെ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങുന്നത് തടയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. കാടിറങ്ങുന്ന ആനക്കൂട്ടത്തെ ഭയന്ന് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്ന ആദിവാസി കുടുംബങ്ങൾക്കും കർഷക കുടുംബങ്ങൾക്കും തോട്ടം തൊഴിലാളികൾക്കും ആശ്വാസ വാർത്തയാണിത്. ജനവാസ മേഖലകളിൽ കാട്ടാനകൾ പ്രവേശിക്കുന്നത് തടയാൻ സംസ്ഥാന വനം വകുപ്പ് ആവിഷ്കരിച്ച ആനക്കിടങ്ങുകളുടെ നിർമ്മാണം അന്തിമഘട്ടത്തിലായി. കാട്ടാനാക്രമണത്തിൽ നിരവധി പേരുടെ ജീവൻ നഷ്ടപ്പെട്ട നെടുമങ്ങാട് താലൂക്കിലെ വിതുര, പെരിങ്ങമല പഞ്ചായത്തുകളിലാണ് ആനക്കിടങ്ങുകൾ നിർമ്മാണം പൂർത്തിയായി വരുന്നത്. വിതുരയിൽ മാത്രം 6 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് ആനക്കിടങ്ങൊരുങ്ങുന്നത്.
കെ രാജു വനം വകുപ്പ് മന്ത്രിയായിരിക്കെ തുടങ്ങിവച്ച പ്രവർത്തനങ്ങൾ പിന്നീട് അനിശ്ചിതത്വത്തിലായെങ്കിലും ശക്തമായ ഇടപെടലും ആദിവാസി കർഷക ജനതയുടെ പ്രതിഷേധവും കണക്കിലെടുത്താണ് വനം വകുപ്പ് കിടങ്ങ് തയ്യാറാക്കിയത്. 25-ലേറെ ആദിവാസി സെറ്റിൽമെന്റുകളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കുന്നതാണ് കിടങ്ങ് നിർമ്മാണമെന്ന് തിരുവനന്തപുരം ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർ പ്രദീപ് കുമാർ പറഞ്ഞു. ഇത് 2.5 കിലോമീറ്റർ ദൂരമാണ് ഇതിനുള്ളത്. ഇനി ഇവിടെ നിന്ന് 2 കിലോമീറ്റർ കൂടെ എടുക്കുമ്പോൾ തുടക്കത്തിൽ അന്ന് രാജു മിനിസ്റ്റർ പറഞ്ഞ ആവശ്യം ഉന്നയിച്ച ഇതുണ്ടാകും. ഇത് പൂർണ്ണമായിട്ട് തീരുമ്പോൾ ഈ പ്രദേശത്ത് കാട്ടാനയുടെ ശല്യം, കാട്ടുപോത്തിൻ്റെ ശല്യം, അതുപോലുള്ള മറ്റു വന്യമൃഗങ്ങളുടെ ശല്യങ്ങൾ ഒരു കുറേ പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. കല്ലാറിന് സമീപം മൊട്ടമൂട്ടിയിൽ തുടങ്ങി ദൈവക്കല്ല്, മണക്കുടി, ഇടമൺപുറം വഴി 2.5 കിലോമീറ്റർ നിർമ്മാണമാണ് നിലവിൽ പുരോഗമിക്കുന്നത്. ഇതിന് 40 ലക്ഷത്തിലേറെ രൂപ ചിലവിടും. 1.5 മാസത്തിലേറെയായി പണി ആരംഭിച്ചിട്ട്. മുകൾ ഭാഗത്ത് 2ഉം താഴെ 1 മീറ്റർ വീതിയിലുമാണ് കിടങ്ങ് സ്ഥാപിക്കുന്നത്. 250 മീറ്ററാണ് താഴ്ച. മൊട്ടമൂട് ട്രൈബൽ കോളനിയിൽ 72ഉം ദൈവക്കല്ല് ഭാഗത്ത് 4ഉം മണക്കുടിയിൽ 7ഉം പള്ളിപ്പുറം കരിക്കകത്ത് 23ഉം ചെമ്പിക്കുന്നിൽ 9ഉം കൊമ്പ്രാങ്കല്ല് സെറ്റിൽമെന്റിൽ 10ഉം മുല്ലമൂട് 27ഉം ആദിവാസി കുടുംബങ്ങൾ വസിക്കുന്നുണ്ട്. പെരിങ്ങമലയിലും 200ഓളം ആദിവാസി കുടുംബങ്ങൾക്ക് ആനക്കിടങ്ങിന്റെ പരിരക്ഷ ലഭിക്കും. ന്യൂസ് 18 വിതുര. അർജന്റീനയുടെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച മലപ്പുറം വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസ് ജീവനക്കാർ. അർജന്റീനയുടെ ജേഴ്സി അണിഞ്ഞെത്തിയ ജീവനക്കാർ കേക്ക് മുറിച്ചും നൃത്തം ചെയ്തും വിജയം ആഘോഷിച്ചു. ജേഴ്സിയുടെ നിറമുള്ള കേക്ക് മുറിച്ചായിരുന്നു ആഘോഷം തുടങ്ങിയത്. ബഫർ സോൺ വിഷയത്തിൽ ജനവിരുദ്ധ നിലപാട് സ്വീകരിച്ച വനമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പോലീസ് മാർച്ച് തടഞ്ഞു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. മുപ്പത്തിയൊന്നാമത് ലക്ഷദ്വീപ് സ്കൂൾ ഗെയിംസ് കടമം ദ്വീപിൽ നാളെ തുടങ്ങും. 10 ദ്വീപുകളിലെ താരങ്ങൾ മാറ്റുരയ്ക്കുന്ന മത്സരം ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററുടെ ഉപദേശകൻ എ അൻപരസ ഉദ്ഘാടനം ചെയ്യും. ആന്ത്രോത്ത് ദ്വീപാണ് നിലവിലെ ചാമ്പ്യന്മാർ. മത്സരത്തിൽ പങ്കെടുക്കാനായി തെരഞ്ഞെടുത്ത ആന്ത്രോത്ത് ദ്വീപിന്റെ ടീം അംഗങ്ങൾക്ക് യാത്രയയപ്പ് നൽകി. മഹാത്മാഗാന്ധി സ്കൂൾ പ്രിൻസിപ്പൽ GK മുഹമ്മദ്, കായിക പരിശീലകൻ എ ബോസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മരച്ചീനി കൃഷിയിൽ 100 മേനി നേടിയ സന്തോഷത്തിലാണ് തൃശൂരിലെ ഒരു സ്കൂളിലെ വിദ്യാർത്ഥികൾ. തൃശൂർ വെങ്കിടങ്ങ് കുണ്ടഴിയൂർ ഗവൺമെന്റ് UP സ്കൂളിലാണ് കൃഷി ഇറക്കിയത്. വെങ്കിടങ്ങ് കുണ്ടഴിയൂർ ഗവൺമെന്റ് UP സ്കൂളിൽ ആദ്യമായാണ് മരച്ചീനി കൃഷി ചെയ്തത്. കാർഷിക ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു സ്കൂളിലെ കൃഷി. വിളവെടുപ്പിൽ 40 കിലോയോളം മരച്ചീനി ലഭിച്ചു. മരച്ചീനിയുടെ വിൽപ്പന ഗ്രാമപഞ്ചായത്ത് അംഗം അഷ്റഫ് തങ്ങൾ നിർവഹിച്ചു. ഈ കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിന് ആവശ്യമായ പച്ചക്കറികൾ, വെണ്ട, ചീര, പച്ചമുളക്, തക്കാളി അടക്കമുള്ള വിവിധ കൃഷികൾ ഇവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ സ്കൂളിലെ ഒരു അധ്യാപകനായ, പുതുതായി ചാർജ് എടുത്ത അധ്യാപകനായ AS രാജു മാഷ്, കാർഷിക ക്ലബിന്റെ കൺവീനർ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഇതുപോലെ തന്നെ വിപുലമായ കൃഷികളോട് കൂടി തന്നെയാണ് ഇനിയും മുന്നോട്ട് പോകാൻ PTA തീരുമാനിച്ചിട്ടുള്ളത്. ലഭിച്ച തുക കാർഷിക ക്ലബിലേക്ക് മുതൽക്കൂട്ടി. മരച്ചീനിയോടൊപ്പം അടുക്കളത്തോട്ടത്തിൽ കൃഷി ചെയ്ത ചീരയും ഇതോടൊപ്പം വിളവെടുത്തു. PTA വൈസ് പ്രസിഡന്റ് അഫ്സൽ പാടൂർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിന് ഹെഡ്മാസ്റ്റർ CV സുഭാഷ് പങ്കെടുത്തു. ന്യൂസ് 18 തൃശൂർ.
കാസർഗോഡ് അന്താരാഷ്ട്ര IT കമ്പനികളിൽ എഞ്ചിനീയർ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിൽ പ്രതികൾ പിടിയിൽ. തിരുവനന്തപുരം സ്വദേശി ശരണ്യ, ഭർത്താവ് പാലക്കാട് നെന്മാറ സ്വദേശി മനു എന്നിവരെയാണ് ആലപ്പുഴ കലവൂരിൽ നിന്നും ചീമേനി പോലീസ് പിടിച്ചത്. വിദേശത്ത് ബിസിനസ് നടത്തുകയാണെന്നും വിസയും ജോലിയും ശരിയാക്കി തരാമെന്നും വിശ്വസിപ്പിച്ചാണ് ഇവർ ആളുകളെ കബളിപ്പിച്ചിരുന്നത്. സൈബർ സെല്ലിന്റെ സഹായത്തോടെ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. മറ്റു ജില്ലകളിലും ലക്ഷക്കണക്കിന് രൂപയുടെ സമാനമായ തട്ടിപ്പുകൾ പ്രതികൾ നടത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട്. കോവളത്ത് വിനോദസഞ്ചാരികൾക്ക് കൗതുകമായി 2ാം ക്ലാസ്സുകാരിയുടെ സർഫിംഗ്. റഷ്യയിൽ നിന്നുള്ള നദാലിയുടെ മകൾ ഗ്ലാനയാണ് സർഫിംഗിൽ തിളങ്ങുന്നത്. ഗ്ലാനയും കൂട്ടുകാരികളും ഒരുമിച്ചാണ് കോവളത്ത് സർഫിംഗ് നടത്തിയത്. സർഫ് ബോർഡിൽ മണിക്കൂറുകളോളം കടൽത്തിരയോട് മല്ലിട്ട് നിന്ന കൊച്ചു സുന്ദരിയെ സഞ്ചാരികൾ കൗതുകത്തോടെ നോക്കി നിന്നു. മറ്റു വിനോദങ്ങളെക്കാൾ സർഫിംഗ് ആണ് ഗ്ലാനയ്ക്ക് കൂടുതലിഷ്ടം. കഴിഞ്ഞ 15 വർഷമായി നദാലിയയും കുടുംബവും കോവളത്ത് എത്താറുണ്ട്. റഷ്യയിൽ യോഗ ടീച്ചറാണ് നദാലിയ. ഇവരുടെ ഏക മകളാണ് ഗ്ലാന. My name is Lana. Lana, which class you are studying? Second. Second. Are you interested with surfboard? Bodyboarding. Bodyboarding. Okay. Very happy to see us and very friendly. I see many Indian people coming to forest before, not too many people. കഴിഞ്ഞ മാസം അവസാനത്തോടെയാണ് ഇവർ കോവളത്തെത്തിയത്. ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾ കഴിഞ്ഞ് ഇവർ നാട്ടിലേക്ക് മടങ്ങും. ന്യൂസ് 18 കോവളം.